നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് താൻ പാതി ദൈവം പാതി എന്ന്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ പറയുന്നതാണത്. താൻ പാതി ദൈവം പാതി. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവം ചെയ്യേണ്ടതായ കാര്യം ദൈവം ചെയ്യുമെന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യം എപ്പോഴും അവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട്. അത് കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പക്ഷെ അത് കൃത്യമായിട്ടാണെങ്കിൽ ആ കാര്യം നടന്നിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ആഗ്രഹിച്ചതിനോട് കൂടി തന്നെ നമ്മളത് നടക്കുമോ ഇല്ലേ എന്നുള്ള ചിന്തയും നമുക്കുണ്ടാവും. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു പല കാരണങ്ങളും അതിനുണ്ടാവും. അത് നടക്കുമോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ കിട്ടുമോ നോക്കാം എന്നുള്ളൊരു സംശയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാതി കറക്റ്റ് ആവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ദൈവത്തിന് രണ്ട് വഴികളാണ് നമ്മളിലേക്ക് തരാൻ ചെയ്യുന്നത്. അതായത് നെഗറ്റീവായും പോസിറ്റീവായും നമ്മളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജം, ആ ഊർജ്ജമാണ് ദൈവവുമായി കണക്റ്റ് ആവുന്നത്. അല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതല്ല, എന്ത് പറയുമ്പോഴും ഉണ്ടാകുന്ന നമ്മളിൽ നിന്ന് വരുന്ന പോസിറ്റീവായ എനർജി അല്ലെങ്കിൽ നെഗറ്റീവായ എനർജി. നമ്മളിപ്പോൾ കൂടുതലും ഇല്ല എന്നുള്ള ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ട് അത് മനസ്സിലുണ്ടാവും. സാമ്പത്തിക പ്രയാസം, രോഗം, മറ്റുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിൽ നിന്ന് എപ്പോഴും ഇതേ ചിന്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവുന്നത് അധികം നെഗറ്റീവായ ഒരു ഊർജ്ജമാണ്. അപ്പം നമ്മൾ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ ഒരു കട്ടയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ ചില ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കും. ആഗ്രഹങ്ങളുണ്ടാകുമ്പോൾ ഈ നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹം പോസിറ്റീവിൽ നിന്നുണ്ടാകുന്നതാണെങ്കിലും അതിനെ സംബന്ധിച്ച് പിന്നീട് വരുന്ന ചിന്തകളും നെഗറ്റീവ്, നമ്മളിൽ കൂടുതലുള്ളതും നെഗറ്റീവ്. അപ്പോൾ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ പറയും, ഞാൻ വിചാരിച്ച അത് കിട്ടിയില്ല, അത് നടന്നില്ല, എനിക്ക് അങ്ങനെ തന്നെയാണ്, നമ്മളെത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളെത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, എനിക്കത് കിട്ടില്ല എന്ന് വീണ്ടും വരുമ്പോൾ വീണ്ടും ആ നെഗറ്റീവ് നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആവുക എന്നുള്ളത്. നമ്മളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജം നമുക്കത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അതാണ് സത്യം. അത് പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നമ്മളിൽ നിന്ന് ആ ഊർജ്ജം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളിലേക്ക് വരുന്ന ചിന്തകളും പോസിറ്റീവായിരിക്കും. അപ്പോൾ അതിന് പോസിറ്റീവായി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് പരിശ്രമിക്കാതെ ഒന്നും നടക്കില്ല. കാരണം നമ്മൾ നെഗറ്റീവിലാണ് നിലനിൽക്കുന്നത്. അതെല്ലാം മായ്ച്ച് കളഞ്ഞ് പുതിയ ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ നമ്മളിലേക്ക് നിറക്കണം. പോസിറ്റീവായ ചിന്തകൾ നിറക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിന് വളരെ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം പോസിറ്റീവായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോഴേക്കും എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് അതിൻ്റെ പിന്നാലെ പോയി അതിനെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും നെഗറ്റീവിലേക്ക് തന്നെ വരും. കാരണം നമ്മുടെ ചുറ്റുള്ള ആളുകളും ചുറ്റുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും അതിലേക്ക് വരും. അപ്പോൾ അത് നിരന്തരം നമ്മളത് ട്രൈ ചെയ്തിട്ട് പോസിറ്റീവിലേക്കാവണം. അങ്ങനെ നമ്മളായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കാൻ തുടങ്ങും. വളരെ അത്ഭുതമായി നമുക്ക് തോന്നുന്നത് എല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങും. പക്ഷേ ആ പോസിറ്റീവായി നിലനിൽക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില പ്രാക്ടീസുകളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്താൽ പതുക്കെ നമ്മൾക്ക് അതിലേക്ക് നിലനിൽക്കാൻ പറ്റും. ഇപ്പോൾ ഈ സമ്പന്നർക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിലോ കിട്ടണമെങ്കിലോ അവർക്കറിയാം, അതെനിക്ക് വാങ്ങാൻ പറ്റും, അതെനിക്ക് കിട്ടും, അത് ചെയ്യാം, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം, കുഴപ്പമില്ല, എന്തിനും അവർക്ക് നടക്കും എന്നുള്ളൊരു ചിന്തയാണ്. കാരണം കാശ് കയ്യിലുള്ളതുകൊണ്ട്. അപ്പോൾ അവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അവർക്ക് വീണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ. അതായി പണക്കാർക്ക് വീണ്ടും പണവും കാര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വീണ്ടും അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദരിദ്രർക്ക് വീണ്ടും കഷ്ടപ്പാട് വന്നിരിക്കുന്നത് ഈ നെഗറ്റീവായ ചിന്ത കൊണ്ടും. മറ്റുള്ളവർക്ക് പോസിറ്റീവായ ചിന്ത. പോസിറ്റീവായ ചിന്ത കാശ് കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാവും. കാരണം പണം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്.
അപ്പം നമുക്ക് പണം ഇല്ലെങ്കിലും ആ പോസിറ്റീവ് എനർജി നമ്മൾ നിലനിർത്തണം. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നിലനിർത്തണം. അത് നിലനിർത്തി കഴിഞ്ഞാൽ അത് നിലനിർത്താനുള്ള ടിപ്സുകളും അതിനുള്ള പ്രാക്ടീസുകളും ഉണ്ട്. അത് ചെയ്താൽ നമുക്ക് പതുക്കെ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യം, വീട്ടിലെ കാര്യം, എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയറായിട്ട് നടക്കും. വേറെ ഒരു ബുദ്ധിമുട്ടും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ആ രീതിക്ക് ഒക്കെ ക്ലിയറായിട്ട് നടക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസുകൾ ചെയ്യണം. അത് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണം, വൈകിട്ട് ചെയ്യണം. പിന്നെ ചിന്തകൾ, നമുക്ക് എന്ത് ചിന്തകളും വന്നോട്ടെ, മോശം നെഗറ്റീവ് ചിന്തകൾ വന്നോട്ടെ, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ച് നടക്കാതെ അത് വന്നു പോകുന്ന രീതിയിൽ ആക്കി മാറ്റണം. അതിന് ഈ രാവിലെയുള്ള മെഡിറ്റേഷനാണ് ഏറ്റവും നല്ലത്. മെഡിറ്റേഷൻ പല വിധമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പെട്ടെന്ന് മാറാനുള്ള തരം മെഡിറ്റേഷനുണ്ട്. അത് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതിന് റീപ്ലൈ തരും. എല്ലാ മെസ്സേജിനും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം. നിങ്ങൾക്കതിലേക്ക് മാറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ ഉള്ള എല്ലാവിധ വഴികളും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതിന് വേണ്ടി പരിശ്രമിക്കാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്നും ഈ പ്രശ്നങ്ങളും മനസ്സമാധാനമില്ലായ്മ, വീട്ടിലെ പ്രശ്നം, വഴക്ക്, അസുഖങ്ങൾ, ഇതെല്ലാം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടി ഈ ജീവിതം ഇങ്ങനെ നരകിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, ഇതിന്നൊക്കെ ഒരു മാറ്റം വരാൻ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുക 5 മണിക്ക്. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടെക്നിക്സൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം, മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറുപടി തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ജീവിതം മുന്നോട്ട് പോകാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിയാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ അസുഖങ്ങൾ മാറി, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറി, സാമ്പത്തിക പ്രയാസം മാറി, സുഖമായിരിക്കുമ്പോൾ സ്വർഗം ഭൂമി തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ളൊരു ജീവിതം എല്ലാവരും ജീവിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോഴും എങ്ങനെ അത് നടക്കും എന്നുള്ളത് അറിയാതെ, ആരാണ് ഏത് വഴിക്കാണ് നമ്മളവിടെ എത്തിപ്പെടുക എന്നറിയാതെ പലതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നും സക്സസ് ആവുന്നില്ല, ഒന്നും വിജയിക്കുന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടി നിൽക്കുക. അത് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരാനില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പല വീഡിയോകളും കേൾക്കുന്നുണ്ടാവും, പക്ഷെ പറഞ്ഞു തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾ നിങ്ങൾക്ക് വിശദമായി കൃത്യമായി പറഞ്ഞു തരാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ പലവിധ മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാച്ചാൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്കത് ജീവിതത്തിൽ ആ മാറ്റം തിരിച്ചറിയാൻ പറ്റും.